സാറിൻ്റെ പാട്ടുകൾ കുറിച്ച് പറയുന്നതിന് മുമ്പ് ശരിക്കും ഫെസ്റ്റിവൽ സോങ്സിൽ ഞാൻ എപ്പോഴും ആസ്വദിക്കാറുള്ള, അതായത് ബാത്റൂം സിംഗർ എന്നുള്ള രീതിയിൽ എപ്പോഴും ആസ്വദിക്കാറുള്ള ഒരു പാട്ടാണ് തെച്ചിപ്പൂവ്. അതിൻ്റെ തുടക്കമുണ്ട് ഇങ്ങനെ, അതിങ്ങനെ തെച്ചിപ്പൂവേ തെങ്കാശിപ്പൂവേ മച്ചാനെ പാറുങ്കടി. യേശുദാസ് സാറിൻ്റെ ഹൈ എനർജിയാണ്. അതെ. അപ്പോൾ ഇത് ഓരോ പ്രാവശ്യവും സാറ് പാടുമ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ പാടാൻ ശ്രമിക്കില്ലേ, എന്തൊരു എനർജിയാണ് സാർ. എനിക്ക് തോന്നുന്നു വർത്താനം പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് തെച്ചിപ്പൂവെന്ന് പാടിയിട്ട് നമുക്ക് തുടങ്ങാം. തെച്ചിപ്പൂവേ തെങ്കാശിപ്പൂവേ മച്ചാനെ പാറുങ്കടി, തെച്ചിപ്പൂവേ തെങ്കാശിപ്പൂവേ മച്ചാനെ പാറുങ്കടി, വായോ വായോ നീ എൻ മാറിൽ ചായോ, മഞ്ഞൾ പൂത്താലി തരാ നിന്റെ മാറനായി കൂടെ വരാ, പൊന്നും മിന്നും പൂണാരും വേണ്ട പൊള്ളാച്ചിത്തേ വരല്ലേ, വായോ വായോ നീ എൻ മാറിൽ ചായോ, മാർഗഴി മാസമല്ലേ മാട്ട് പൊങ്കലൻ നെഞ്ചിലല്ലേ. ഈ തെച്ചിപ്പൂവ് തുടങ്ങുന്നത് പോലെ തന്നെ പൊന്നും മിന്നും പൂണാരവും വേണ്ട പൊള്ളാച്ചി തേവരല്ലേ എന്ന് ചേച്ചി പാടുന്നത്, ചിത്ര ചേച്ചി പാടുന്നത് നമ്മളിങ്ങനെ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കും. അതിനകത്തൊരു സോഫ്റ്റ്നെസ് ഉണ്ട്, പക്ഷെ പവർ ഒട്ടും കുറഞ്ഞിട്ടുമില്ല. ശരിക്കും ഇതിൻ്റെ റെക്കോർഡിങ്ങിൽ യേശുദാസ് സാറ് ഒപ്പം ഉണ്ടായിരുന്നു. സാറാണ് ഇതിൻ്റെ പല പോർഷൻസിലും ഇങ്ങനെ ലീഡ് ചെയ്ത് നിന്നതെന്ന് ഒരു കാര്യം പറഞ്ഞു കേട്ടിട്ടുണ്ട്. കേട്ടപ്പോ തന്നെ ഇത് വളരെ ഇഷ്ടപ്പെട്ടു. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് അത്യാവശ്യം നല്ല പഞ്ചുണ്ട്, എന്നാൽ അതിൻ്റെ അകത്തൊരു രാഗമയമുണ്ട്, ഒരു മെലഡി ഉണ്ട്. വെറുതെ ഇങ്ങനെ പഞ്ചുണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലും കാണിച്ചു കൂട്ടിയേക്കണ ഒരു ടൈപ്പ് അല്ല എന്ന് ഞങ്ങൾക്ക് അപ്പം തന്നെ പറഞ്ഞു. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അല്ല, റാപ്പ് മ്യൂസിക്കിന്റെ ഒരു സ്റ്റൈലല്ല ഇത്. ഇതിൻ്റെ അകത്ത് സംഭവം ഉണ്ട്. ഇത് ആ പുള്ളിക്ക് കേട്ടപ്പോൾ തന്നെ, ഒരു പ്രാവശ്യം കേട്ടപ്പോൾ തന്നെ ഇതിന്റെ പിടുത്തം കിട്ടി. ഇത് ദാസിയേട്ടൻ ഇങ്ങനെ ഞങ്ങൾക്ക് പകരം ആ ചെയറിൽ ഇരുന്നിട്ട് ചിത്രയെ കൊണ്ട് പാടിക്കാനുള്ള ഒരു സംഭവം ഉണ്ട്. അതെങ്ങനെയാ? എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലേദിവസം എൻ്റെ ഓർക്കസ്ട്ര എടുത്തു, 2 പാട്ടിന്റെ ഓർക്കസ്ട്ര എടുത്തു. ഓർക്കസ്ട്ര എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും പിറ്റേ ദിവസം എൻ്റെ തന്നെ സുഹൃത്ത് ബൽറാം, ഇന്ന് ഇന്ത്യയിലെ നമ്പർ 1 റെക്കോർഡിസ്റ്റ് ബോംബെയിലുള്ള ആൾ, അദ്ദേഹമാണ് ഇവിടെ മദ്രാസിൽ റെക്കോർഡ് ചെയ്തത്. ആദ്യത്തെ കമ്പ്യൂട്ടറൈസ്ഡ് റെക്കോർഡിംഗ് ആണ്, സ്റ്റുഡിയോയാണ്, BGP എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ അകത്താണ് റെക്കോർഡ് ചെയ്തത്. പറഞ്ഞ് നാളെ 9 മണി തുടങ്ങി ഞങ്ങൾക്ക് വേറെ റെക്കോർഡിംഗ് ഉണ്ട്, അപ്പോൾ അന്ന് നിങ്ങൾക്ക് ദാസേട്ടനെ കൊണ്ടോ ചിത്രനെ കൊണ്ടോ പാടിക്കണമെങ്കിൽ വെളുപ്പിന് പോലും വന്നാലേ പാടിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ 2 ദിവസത്തേക്ക് ഞങ്ങൾക്ക് സ്റ്റുഡിയോ ഇല്ലെന്ന് പറയും. ഞാൻ പറഞ്ഞു അവരോട് പറയാം, അവർ വരും എന്ന് പറഞ്ഞു. അങ്ങനെ ദാസേട്ടനോട് പറഞ്ഞ്, ദാസേട്ട 9 മണി കഴിഞ്ഞാൽ സ്റ്റുഡിയോ ഇല്ല, 7 മണിക്ക് ചിത്രയോട് വരാൻ പറയാം, 8 മണിക്ക് ദാസേട്ടൻ വന്നാൽ മതി. ഞാൻ എത്ര മണിക്ക് വേണമെങ്കിലും വരാം എന്ന് പറഞ്ഞു. അപ്പൊ ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫിക്സ് ചെയ്ത് 7 മണിക്ക് ചിത്ര വന്നു. ചിത്ര വന്ന് പാട്ടെല്ലാം പഠിച്ച് പതുക്കെ ഇങ്ങനെ പാടി തുടങ്ങിയപ്പോഴത്തേക്കും ദാസേട്ടൻ എന്ത് ചെയ്ത്, ചിത്ര പാടണമെന്ന് കേൾക്കാം എന്ന് എഴുതിയിട്ട് 1/2 മണിക്കൂർ നേരത്തെ വന്നു. ചിത്ര പാടി തെച്ചിപ്പോയി ആ പൊന്നും മിന്നും ഒക്കെ തുടങ്ങിയപ്പോഴത്തേക്കും ദാസേട്ടൻ വന്ന് മുമ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ചിത്ര പറഞ്ഞ് എനിക്ക് പാടാൻ പറ്റണില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ തൊട്ടടുത്ത് നിന്ന് ഗാനങ്ങളൊക്കെ ഇഷ്ടം പോലെ പാടിയുണ്ട്. പക്ഷേ ഈ ഒരു അവസരം ദാസിയുടെ മ്യൂസിക് ഡയറക്ടറുടെ മുമ്പിലേക്കാണ്, ആ കസേരയിൽ ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ തൊട്ട് മുമ്പിൽ തന്നെ നിന്നിട്ട് റെക്കോർഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്കൊരു വിറവലുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞ് ഞങ്ങൾ പുറകിലേക്കാണ്, ദാസിയുടെ മുമ്പിൽ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞ്, ഞാൻ ഇവിടെ ഇങ്ങനെ പാട്ട് പഠിപ്പിക്കാൻ നിങ്ങൾക്ക് വിരോധം ഉണ്ടാ, ഞാൻ ഈ പാട്ട് പഠിച്ചു കഴിഞ്ഞ് ഈ ഓർഡർ നിങ്ങളുടെ കയറി വന്നപ്പോൾ തന്നെ, അതാണ് കമ്പ്യൂട്ടർ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ, കയറി വന്നപ്പോൾ തന്നെ ഈ പാട്ട് എനിക്ക് മനസ്സിലായി, എനിക്ക് വേണം ഇവിടെ പഠിപ്പിക്കാം, ഞാൻ പഠിപ്പിക്കാൻ നിങ്ങൾക്ക് വിരോധം ഉണ്ടാകുന്ന ചോദിച്ചു. ഒരു വിരോധമില്ല, സന്തോഷമുള്ളൂ, കുറച്ച് നേരത്തേക്ക് റെസ്റ്റ് എടുക്കാം, കേട്ടിരിക്കാം എന്ന് പറഞ്ഞു. പിന്നെ ദാസേട്ടൻ അങ്ങോട്ട് പഠിപ്പിക്കാൻ തുടങ്ങി. പഠിപ്പിക്കുക ഇടയ്ക്ക് ചോദിക്കും ട്യൂണിൽ വല്ല വ്യത്യാസം ഉണ്ട്, ഒരു വ്യത്യാസമില്ല, പെർഫെക്റ്റ് ആണ് എന്ന് പറഞ്ഞു. അങ്ങനെ ദാസേട്ടനാണ് ഈ പാട്ട് ചിത്രയെ കൊണ്ട് പഠിപ്പിച്ചത്. ചിത്ര ടകളൊക്കെ എന്ന് പഠിച്ച് അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ദാസേട്ടൻ പറഞ്ഞ്, ഇനിയിപ്പോൾ എനിക്ക് ഇനി പഠിക്കാനൊന്നും ഇല്ല, കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞത്, അന്നപ്പോൾ ഞാൻ പാടിക്കോട്ടെ എന്ന് പറഞ്ഞു. ആ ദാസേട്ടൻ പാടിക്കൊന്നുണ്ട്. പക്ഷേ ദാസേട്ടൻ ഈ രാഗം പാടി ചാരുകേശും സരസാംഗയും കൂടി മിക്സ് ചെയ്താണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ചാരുകേശിലെ ഒരു ഫേമസ് സോങ് അകലെ അകലെ നീലാകാശം, അങ്ങനെ അതൊരു മെലഡി, അപാര മെലഡി. ദാസേട്ടൻ അർജുനൻ മാഷിന് വേണ്ടി പാടിയ വേറൊരു പാട്ട് മാനത്തിൻ മുറ്റത്ത്, അത് സരസാംഗി. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്താണ് ഇതിൽ കിടക്കുന്നത്. അതിന്റെ ഒരു എന്തുകൊണ്ട് അങ്ങനെ മിക്സ് ചെയ്യുന്നതിന് വേറൊരു ചരിത്രമുണ്ട്. അങ്ങനെ ഇത് രണ്ടും കൂടി ഉള്ളതിൻ്റെ ഒരു മെലഡിയാണ് മനസ്സിൽ മുഴുവൻ. ഈ രാഗത്തിൻ്റെതായിട്ടുള്ള മെലഡി മനസ്സിൽ ഇങ്ങനെ നിന്നിട്ട് കുറച്ച് മെലഡിയസ് ആയിട്ട് പാടാൻ ശ്രമിച്ച്, ഇത്രയും ടച്ച് അതൊന്നും ഇല്ലാണ്ട് കുറച്ച് സോഫ്റ്റ് ആയിട്ട് ഈ മെലഡി ഇത്തിരി കൂട്ടിക്കൊണ്ട് പാടാൻ ശ്രമിച്ചു. അപ്പൊ ചേട്ടൻ പറഞ്ഞ്, ദാസേട്ടാ ഈ പാട്ടിന്റെ മെലഡി കമ്പോസിങ്ങിലുള്ള മെലഡി മാത്രം മതി, ഇതൊരു അടിപൊളി പാട്ടായിട്ട് അങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്ന് പറയും. ദാസേട്ടൻ ഇപ്പൊ ഒരു അടിപൊളി പാട്ട് കേൾക്കാൻ വേണ്ടി ആൾക്കാർ കൊതിച്ചിരിക്കുകയെന്ന് പറയും. അങ്ങനെയാണോ, എന്നാ പിടിച്ചോ എന്നും പറഞ്ഞിട്ട് ഒരു മുമ്പിലത്തെ ഒരു കസേര, സ്റ്റീൽ കസേര എടുത്ത് മുമ്പിലൊക്കെ പിടിച്ചിട്ടിട്ട് മുണ്ടെല്ലാം മടക്കി കുത്തി എന്നിട്ട് ഒരു ചവിട്ടിയങ്ങൾ എന്നിട്ട് ഒരു പാട്ടാണ്. പിന്നെ ഒന്നും പറയേണ്ടി വന്നില്ല.
ഒറ്റയടിക്ക് അങ്ങോട്ട് പാടി തീർത്ത്. എന്നാൽ പിടുത്തം തോന്നുന്നു പല്ലവി കഴിഞ്ഞ് അപ്പം തന്നെ ബീജ് കഴിഞ്ഞിട്ട് അപ്പം തന്നെ 2 ചരണവും പാടി അങ്ങോട്ട് തീർത്ത് ഒരു 10-15 മിനിറ്റ് കൊണ്ട് പരിപാടി കഴിഞ്ഞു. പരിപാടി കഴിഞ്ഞിട്ട് പറഞ്ഞു ഇത് വർത്താനം മൂത്ത പാട്ടാകുന്ന ടൈപ്പ് പാട്ടല്ല കേട്ടോ, ഇതിൻ്റെ ഉള്ളിൽ സംഭവമുണ്ട്, കാര്യം അടിപൊളിയാണ്, ഡാൻസ് ആണെന്നൊക്കെ പറഞ്ഞായിരുന്നു പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഇതൊന്ന് ഞാൻ റെക്കോർഡ് ചെയ്ത് കൊടുത്തോട്ടെ, എനിക്ക് അടുത്ത ഗാനങ്ങൾക്ക് ഇത് പാടണമെന്നൊരു ആഗ്രഹം എന്ന് പറഞ്ഞു. ആ റെക്കോർഡ് ചെയ്ത് എടുത്തു ആ ചേട്ടൻ ചെറിയ മൈക്രോ കാസറ്റിൽ റെക്കോർഡ് ചെയ്തെടുത്ത് അദ്ദേഹം പാടിയിട്ട് വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു ഞാൻ പാടിയിട്ടാ ആ പാട്ട് പാടി എന്ന് പറഞ്ഞ് അത്ര ഇഷ്ടപ്പെട്ടു പോയി. ഇത് ഈ 2 രാഗം വരാനുള്ളൊരു കാരണമുണ്ട്. ഞങ്ങൾക്ക് വർക്കൊന്നും ഇല്ലാത്ത സമയത്ത് അപ്പം എനിക്ക് KSRTC ചേട്ടന് KSRTC ജോലിയുണ്ട്, എനിക്ക് KSFയിൽ ജോലിയുണ്ട്. പക്ഷേ ലീവ് എടുത്തിങ്ങനെ ഇരിക്കുകയാണ് സിനിമയുടെ സംഗീതത്തിന് വേണ്ടി. അപ്പോൾ ചില ദിവസങ്ങളിൽ ചിലപ്പോൾ വർക്കൊന്നും ഉണ്ടാവില്ല. അപ്പം ഞങ്ങൾ രണ്ടും കൂടി പ്ലാൻ ചെയ്യും, നമുക്കൊരു പാട്ട് വെറുതെ അങ്ങ് ഉണ്ടാക്കാന്ന് പറയും. അതിന് പ്രത്യേകിച്ച് സിറ്റുവേഷൻ ഒന്നും ഇല്ല. അപ്പം നമുക്ക് എന്തോ സിറ്റുവേഷൻ തോന്നുന്നു അതങ്ങ് ഉണ്ടാക്കാം. അപ്പോൾ ഒരു ദിവസം ചേട്ടൻ പറഞ്ഞ് നമുക്കൊരു അടിപൊളി ഉണ്ടാക്കാം, എപ്പോഴും മെലഡി അല്ലേ, ഒരു അടിപൊളി ഉണ്ടാക്കാന്ന് പറഞ്ഞു. അപ്പോൾ അടിപൊളിക്ക് പ്രത്യേകിച്ച് രാഗമൊന്നും ഇല്ലാണ്ട് ഉണ്ടാക്കിയാലും അടിപൊളിയാണ് ആൾക്കാരുടെ ഇടയിൽ. ഞാൻ പറഞ്ഞു നമുക്ക് അടിപൊളി എന്ന് പറഞ്ഞാൽ ഇപ്പം കേൾക്കുന്ന ടൈപ്പ് അടിപൊളിയൊന്നും വേണ്ട, നമുക്കൊരു രാഗം പിടിക്കാം, മെലഡി രാഗം പിടിക്കാം, മെലഡി ചെയ്യാവുന്ന രാഗം പിടിക്കാം. അപ്പോൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു ചാരുകേശും സരസാങ്കിയും കൂടി മിക്സ് ചെയ്ത് നമുക്ക്. അപ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ ഞാനും താഴ്ത്തുനിന്നിങ്ങനെ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ചേട്ടനാ പറഞ്ഞു അങ്ങനെ വേണ്ട, മോളിൽ നിന്ന് പിടിക്കും. അങ്ങനെയാണ്. അപ്പോൾ ഈ രഥോത്സവത്തിലാണ് ഇത് ഉണ്ടാക്കിയെങ്കിലും രഥോത്സവത്തിൻ്റെതായിട്ടുള്ള യാതൊരു മൈൻഡും നമ്മുടെ കയ്യിലില്ല. വെറുതെ ഒരു പാട്ട്, അടിപൊളി പാട്ട് ഉണ്ടാക്കി കൊള്ളാം മാറ്റി ഇങ്ങനെ വെച്ച്. ഇത് റെക്കോർഡ് ചെയ്ത് പോലും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ മെലഡി മനസ്സിൽ കയറുമല്ല എൻ്റെ അടിപൊളിയാണെങ്കിലും. അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് രഥോത്സവത്തിന്റെ പാട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അനിൽ ബാബുവും പ്രൊഡ്യൂസർ വിജയ മൂവീസിന്റെ പ്രൊഡ്യൂസർമാരും അതേപോലെ എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ എല്ലാം കൂടി ഞങ്ങൾ വന്ന് ചേതന സ്റ്റുഡിയോയിൽ വന്ന് സംസാരിച്ചു. അപ്പോൾ തമിഴ് കൾച്ചറാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ മനസ്സിൽ ഈ ഒരു പാട്ടൊന്ന് കേൾപ്പിച്ചു കൊടുക്കാം, അങ്ങനെ തമിഴ് കൾച്ചറിന് പറ്റിയതാണ്. അങ്ങനെ കേൾപ്പിച്ചപ്പോൾ തന്നെ അവർക്ക് വേറൊരു സാറിന് 2-3 പാറ്റേൺസ് കേൾപ്പിച്ചു കൊടുക്കും. ഈ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അതിന് പറ്റിയ ഒരു 3-4 അല്ല 3 പാറ്റേൺ മിനിമം എങ്കിലും കേൾപ്പിച്ചു കൊടുക്കും. അത് അതിൽ നിന്ന് സെലക്ട് ചെയ്യും. ഇത് കേൾപ്പിച്ചപ്പോൾ തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് ഇനി ഒന്നും കേൾക്കണ്ട, ഇത് പക്കയാണ്, ഇത് മതി. അപ്പോൾ ഗിരീഷ് പുത്തഞ്ചേരി അടുത്തുണ്ട്, പുള്ളിക്ക് പിന്നെ ഇത് കേൾക്കേണ്ടത് അവസ്ഥ തെച്ചിപ്പ് അപ്പം തന്നെ വരുമല്ലോ. അതിലും വലിയൊരു മെഷീനാണ് പുള്ളി. അതിന് ഒരു കറക്ഷൻ ചെയ്യേണ്ടി വരില്ല. എന്നാൽ മ്യൂസിക് അതിൻ്റെ അത്ര അധികം ഉള്ളിലുണ്ട്, പദസ്വാധീനം അത്ര ഉണ്ട്. പിന്നെ സിനിമയുടെ എല്ലാ കാര്യങ്ങളും പുള്ളിക്ക് അറിയാം. ഏത് ക്യാമറയിൽ ആംഗിൾ വരും നോക്കിയിട്ട് അതുവരെ പുള്ളി എഴുതി വെക്കും. അതനുസരിച്ച് അത് വെച്ചിട്ട് ജനങ്ങളുടെ റെക്കോർഡ് ചെയ്ത് ഷൂട്ട് ചെയ്താൽ മതി. അത്രയും പെർഫെക്റ്റ് ഒരു മാനായിരുന്നു, ജീനിയസ് എന്ന് എൻ്റെ അപ്പുറം വിളിക്കാൻ വേറൊന്നുമില്ല. അദ്ദേഹം ഇപ്പം എഴുതി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾക്ക് പാടിയപ്പോൾ തന്നെ സൂപ്പർ. അപ്പൊ പ്രൊഡ്യൂസർമാരൊക്കെ പറഞ്ഞ് ഇത് തമിഴിലാണെങ്കിൽ കലക്കിയാനെ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്ന പോലെ തമിഴ് കൾച്ചർ പാടാൻ എൻ്റെ പേരിൽ AVMCയിൽ ആണ് മദ്രാസിൽ റെക്കോർഡ് ചെയ്യണത്. അപ്പൊ വേറെ ചില പ്രൊഡ്യൂസർമാരും തമിഴ് ഡയറക്ടർമാരൊക്കെ വന്നത് കേട്ടിട്ട് പറഞ്ഞ് ഇവരെ നമുക്ക് തമിഴിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, ഇവർക്ക് തമിഴ് കൾച്ചർ അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടെ കൈയൊക്കെ തന്ന് അടുത്ത പടത്തിൽ കാണാന്നൊക്കെ പറഞ്ഞ് പോയി. പിന്നെ അതിൽ പോയി പിന്നെ വേറൊരു പടം കിട്ടി, പിന്നെ അത് പുറത്തിറങ്ങിയില്ല. അങ്ങനെ നമുക്ക് തമിഴിൽ ഭാഗ്യം ഉണ്ടായില്ല മാത്രമേ ഉള്ളൂ. പക്ഷേ എന്നാൽ തന്നെ ഈ പടം ഇത് അത്രയധികം ഫൈനാൻഷ്യലി വിജയിച്ചില്ല എന്ന് വേണേൽ പറയാം അന്നത്തെ കാലത്ത്. ഇപ്പം പിന്നീട് വിജയിച്ചിട്ടുണ്ടാവായിരിക്കാം. പക്ഷേ പാട്ട് സൂപ്പർ ഹിറ്റായി ഇത്ര നാളായിട്ട്. അതിപ്പോഴും നമ്മൾ ആവർത്തിച്ച് കേട്ടോണ്ടിരിക്കുന്ന പാട്ടുകൾ. അതെ അതെ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുപയോഗിച്ച രാഗം, പക്ഷേ നമ്മൾ കൊടുത്ത ട്രീറ്റ്മെന്റ്. രാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ അകലെ അകലെ പോലെ തന്നെ ഒരെണ്ണം ഉണ്ടാക്കിയിരുന്നെങ്കിൽ പറയും ഇത് അകലെ അകലെ പോലെ ഇരിപ്പുണ്ട്, അതിന് നമുക്ക് പുതിയ ഒറിജിനൽ സാധനം വേറെ ഉണ്ട്, പിന്നെ ഡ്യൂപ്ലിക്കേറ്റിന്റെ ആവശ്യമില്ല എന്ന് പറയും. പക്ഷേ അകലെ അകലയുടെ മാനത്തെ മുറ്റത്തിന്റെ രാഗം എടുത്തിട്ട് നമ്മളൊരു അടിപൊളി ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ അകത്ത് അത് മാത്രമല്ല എല്ലാം താഴ്ത്തുന്ന മുകളിലേക്ക് പോകുന്ന ആ പാറ്റേൺ വിട്ടിട്ട് മുകളിൽ നിന്ന് താഴത്തേക്ക് വരുന്ന എല്ലാത്തിനും ഡിഫറൻസ്. സിനിമയിൽ അതാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. ഒരെണ്ണത്തിൽ നിന്ന് വളരെ വ്യത്യാസപ്പെട്ട് വേണം അടുത്ത ചെയ്യാൻ. അത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. നല്ല റിസർച്ച് മൈൻഡ് ഉണ്ടെങ്കിലേ സിനിമയിൽ പിടിച്ചേക്കാൻ പറ്റുള്ളൂ. അത് ചെയ്ത് തന്നെ പിന്നെ ചെയ്തുകൊണ്ടിരുന്നുണ്ടെങ്കിൽ നമ്മൾ ഔട്ടായിക്കളെ. ഗിരീഷ് ചേട്ടനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. അതിന് മുമ്പ് പൂനിലാമഴയില്ലേ, അത് സാറ് വായിക്കുന്നത് കേൾക്കാൻ എനിക്കിഷ്ടമാണ്. പൂനിലാമഴ പെയ്തിറങ്ങിയ രാത്രി മല്ലികൾ കോർക്കാം. ഭയങ്കര രസമായിട്ട് അതിൻ്റെ ഒരു താളം പോകുന്നത്. ആവണി പൊന്നൂഞ്ഞാലിലും ആ താളം കിടപ്പുണ്ട്. പക്ഷെ ഈ പൂനിലാമഴ കേൾക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ കൂടെ ഇങ്ങനെ പൂനിലാമഴ സാറൊന്ന് വായിക്കുമോ? അത് ഞങ്ങൾക്ക് ഏത് സിനിമ ചെയ്യുമ്പോഴും അതിൻ്റെ കൂടെ നമ്മൾ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമുക്ക് ചിലപ്പോൾ പലപ്പോഴും തോന്നിപ്പോകും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പൂനിലാമഴയുടെ റെക്കോർഡിങ് സമയത്ത് അവിടെ വേറെ എന്തോ 2-3 ഹെവി പടങ്ങൾ ചെയ്യണതിൻ്റെ പേരിൽ റിതം ബോക്സ് പ്ലേയേഴ്സ്, അന്ന് റിതം ബോക്സ് പ്ലേ ചെയ്യാൻ ഒരാൾ, കീബോർഡ് വായിക്കാൻ ഒരാൾ, അങ്ങനെ രണ്ടും കൂടി ഒരുമിച്ച് ഉള്ള ടൈപ്പ് പിന്നീട് വന്നത്. അപ്പോൾ റിതം ബോക്സ് പ്ലെയർ ആരുമില്ല. ഒരു ഉച്ച വരെയൊക്കെ നോക്കിയിട്ട് ആരെയും കിട്ടിയില്ല. അവസാനം നമ്മുടെ അറേഞ്ചർ
ഒരു തമിഴ് അറേഞ്ചർ ആയിരുന്നു. അയാൾ പറഞ്ഞ് ഒരു ഡോലക് പ്ലെയർ ഉണ്ട്, അയാൾ കുറച്ചൊക്കെ റിതം ബോക്സൊക്കെ വായിക്കാറുണ്ട്, അയാളെ വിളിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. നിവൃത്തിയില്ല, വിളിച്ചിട്ട് പോകുമെന്ന് പറഞ്ഞു. അയാൾ എന്നിട്ട് നമ്മൾ കേൾപ്പിച്ചു കൊടുത്തപ്പോൾ അയാൾ എന്ത് ഓരോ ലൈനും ഓരോ ടൈപ്പ് പാറ്റേണൊക്കെ ഇട്ട് ഭയങ്കര കോംപ്ലിക്കേഷൻ ആക്കി. അപ്പോൾ സുനിലാണല്ലോ ഡയറക്ടർ. സുനിലും കേട്ട് ഞങ്ങൾ കേട്ടിട്ട് ഞങ്ങൾക്ക് ഒന്നും പിടിക്കാനില്ല, തലയിൽ നല്ലൊരു താളം കിട്ടണില്ല. അങ്ങനെ അപ്പോൾ ഏതൊരു ബീജത്തിന്റെ ഒരു കോണിൽ ജും ചക്കും 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 ജും ചക്കും ചക്കും ജും സുനിലിന് അപ്പം തന്നെ ഇഷ്ടപ്പെട്ടു. ഈ താളം കൊള്ളാം. അപ്പൊ കമ്പ്യൂട്ടറിലെല്ലാം കീബോർഡിലാണ്, ഇതങ്ങോട്ട് നിരത്തിക്കോന്ന് പറഞ്ഞു. ഇതല്ലാണ്ട് വേറെ ഒന്നും വേണ്ട. അപ്പൊ ഞങ്ങളും പറഞ്ഞു അത് കറക്റ്റ്. അങ്ങനെയാണ് ഇന്ത്യൻ സിനിമയിൽ തന്നെ വളരെ റയറായിരിക്കും ഒറ്റ താളം. എങ്ങനെയൊക്കെ മ്യൂസിക്കൊക്കെ പോയാലും ഈ ഒരു താളം മാത്രം ജിം. അപ്പൊ കുറച്ചു നേരം കൊണ്ട് ആൾക്കാർ ആ താളത്തിലായി. ജിം ചക്കും ചക്ക്. അത് ശരിക്കും നമുക്ക് അങ്ങനെ നേരത്തെ ഉദ്ദേശിച്ചതല്ല, ഒരു ദൈവാനുഗ്രഹം കൊണ്ട് അങ്ങനെ വന്നതാണ്. ഇപ്പോഴും ആ പാട്ടിന്റെ താളം കേൾക്കുമ്പോ ഇത് പൂനിലാമയുടെ താളം എന്ന് പറയും. അത് കറുത്തവണ്ണയ്ക്കുണ്ട് അങ്ങനെ ഒരു ഇൻസിഡന്റ്. ഓക്കെ, ഇതാണ് കറുത്തവണ്ണ. കറുത്ത പെണ്ണെ നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ അല്ലേ? ആ പാട്ടിന്റെ കൂടെ ഇങ്ങനെ നിൽക്കും ജിം ട ജിം ജിം ട ജിട്ട ജിം. കുറെ തബലകളും ഡോലിയും ഡോൾക്കിയും അങ്ങനെ എല്ലാ വാദ്യവും തബലയുടെ ഐറ്റംസ് ഫാമിലി എല്ലാം കൂടി ഇങ്ങനെ ഒറ്റയൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര പഞ്ചല്. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു പടമല്ലേ, ഇതിൻ്റെ അകത്ത് താളം കൊണ്ടൊരു പെരുമഴ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ച് കുറെ കറുത്ത പെണ്ണേന്ന് രണ്ടുപേരിക്ക് ഒരു താളം, അത് കഴിയുമ്പോൾ തുടിച്ചു തുള്ളും അടുത്ത താളം, പിന്നെ ഓരോ ബീജിക്ക് അടുത്ത താളം, ഇങ്ങനെ കുറെ താളമൊക്കെ തല ഉസിർന്ന് കമ്പോസ് ചെയ്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നമുക്ക് അറിയാവുന്ന താളങ്ങളെല്ലാം വെച്ച് ഇങ്ങനെ എഴുതിയൊക്കെ വെച്ച്, എന്നിട്ട് റിക്കി എന്ന് പറഞ്ഞ ഒരു മഹാനായ റിതം ബോക്സ് പ്ലെയർ ഉണ്ട്, അയാൾക്ക് ഇത് കൊടുത്ത് അയാളെല്ലാതും ഇരുന്ന് എഴുതിയിരുന്നിട്ട് എന്നിട്ട് അയാളെല്ലാം ഉച്ച വരെ 1 മണി വരെ ഇരുന്ന് സംഭവമൊക്കെ റെഡിയാക്കി റെഡി സാർ ടേക്ക് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ടേക്ക് ചെയ്യാൻ റെഡി ആയിട്ട് ഇരുന്നപ്പോഴത്തേക്കും പെട്ടെന്ന് കറണ്ട് പോയി. കറണ്ട് പോയപ്പോൾ അന്ന് ഇങ്ങനെ സേവ് ചെയ്യാനുള്ള അദ്ദേഹം മറന്നുപോയതാണോ അല്ലെങ്കിൽ അതിനുള്ള മെക്കാനിസം ഇല്ലാഞ്ഞിട്ടാണോ എന്നറിയില്ല. അത് പോയി സാർ, ഇനിയിപ്പോൾ രണ്ടാമത് ഞാനെല്ലാം ചെയ്തുകൊണ്ട് വരും, ഒരു 2 മണിക്കൂർ തന്നെ ഒന്ന്. അപ്പോൾ അതിനുള്ള സമയമില്ല. അപ്പോൾ ശ്രീകുട്ടനുണ്ടല്ലോ, ശ്രീകുട്ടൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ ശ്രീകുട്ടൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് ഏതെങ്കിലും ഒരു പാറ്റേൺ മാത്രം എടുത്തിട്ട് തബലക്കാർക്ക് പറഞ്ഞിട്ട് തബലക്കാരെ കൊണ്ട് തൽക്കാലം വായിപ്പിക്കാം ജിം. അത് അങ്ങനെ ഒരു 3-4 പാറ്റേൺ കൊടുത്തപ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ഇഷ്ടപ്പെട്ടത് ഇതാണ് ജിൻ ട ജിൻ ചിട്ട ജിട്ട. അത് നിങ്ങൾ എല്ലാവരും കൂടി വായിച്ചു. ഒരു പറമ്പ് നിറച്ച ആൾക്കാരാണ് തുകൽ വാദ്യക്കാർ, നമുക്ക് കാണാത്ത ടൈപ്പ് വാദ്യങ്ങളും ഉണ്ട് അതിനകത്ത്. എല്ലാം കൂടി ഒരു ജിം ട ജിം ജിം ട ജിട്ട ജിം ട. എന്നിട്ട് എന്ത് ചെയ്ത് ഞങ്ങൾ പുറത്ത് ഉള്ളിലിരുന്ന് കൺസോളിലിരുന്ന് കേട്ട്. അപ്പൊ ഇന്ത്യയിലെ മഹാനായ ഷോയിലൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുള്ള ദീപൻ ചാറ്റർജിയാണ് അത് റെക്കോർഡ് ചെയ്യണം, മെയിൻ റെക്കോർഡിസ്റ്റ്. അസിസ്റ്റന്റ് റെക്കോർഡിസ്റ്റ് റഹ്മാന്റെ പ്രിയപ്പെട്ട അന്തരിച്ച 2 പേരും മരിച്ചുപോയി, എച്ച് ശ്രീധർ, ഒരുപാട് നാഷണൽ അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത്. ഇവർ 2 പേരും കൂടിയാണ് റെക്കോർഡ് ചെയ്യണത്. പക്ഷേ ഈ ഇത്രയും തുകൽ വാദ്യത്തിന് ഒറ്റ മൈക്കേ ഉള്ളു, ഇതൊരു പുക പോലെയാണ് അകത്തോട്ട് കേൾക്കണത്. ഞെട്ടിപ്പോയി, ഇതെങ്ങനെ ശരിയാക്കി എടുക്കും നമുക്ക് എവിടെ ചിന്തിക്കാൻ പോലും പറ്റില്ല. നമ്മൾ ഈ 2 തബല 1 തബലയൊക്കെ വെച്ചുള്ള വായിച്ചുള്ള ശീലമല്ലേ ഉണ്ട് എറണാകുളത്ത്. അപ്പൊ പുള്ളിയോട് ഞാൻ പറഞ്ഞു ഇതെങ്ങനെ ശരിയാവും, നിങ്ങൾക്ക് സംശയം ഉണ്ടാ എന്ന് ചോദിച്ചു. അല്ല എനിക്കറിയാൻ പാടില്ലാണ്ടാണ്, ഇപ്പം പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് പുള്ളി ടിക്കുമ്പോൾ 2 തിരിയൊക്കെ തിരിച്ചു. അതിങ്ങനെ അനലോഗാണല്ലോ, കുറെ നോബ്സ് ഉണ്ട് തിരിക്കാൻ. തിരിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഇപ്പം നമ്മൾ കേൾക്കണേ എൻ്റെ 10 ഇരട്ടി സൂപ്പറായിട്ടാണ് അവിടെ കേൾക്കണത്. ഇപ്പം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. സമ്മതിച്ചു പോയി, ഞാൻ സല്യൂട്ട് അടിച്ച്. അങ്ങനത്തെ ആളുകളാണ് നമ്മൾ മദ്രാസിൽ ഞങ്ങൾക്ക് അന്ന് അവിടെ കിട്ടിയത്. അതൊക്കെ കൊണ്ടാണ് ഇപ്പോഴും ആ പാട്ട് കേൾക്കാനുള്ള ആ ഒരു മാധുര്യം, ആ ഒരു പെർഫെക്ഷൻ. പൂനിലാമഴയിലും ഈ പാട്ട് കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ അറിയാതെ സ്വിങ് ചെയ്തു പോകും, തല ഇങ്ങനെ ആടിപ്പോവും. ഓക്കെ. പൂനിലാമഴ പെയ്തിറങ്ങിയ രാത്രി മല്ലികൾ കോർക്കാൻ മാരിവില്ലൊളി വീണലിഞ്ഞൊരു രാഗമാലിക ചൂടാ ഇതളിതളായെന്നുള്ളിൽ പതിയെ വിടർന്നൊരു ഭാവുകമരുളാം പൂനിലാമഴ പെയ്തിറങ്ങിയ രാത്രി മല്ലികൾ കോർക്കാൻ. ഇതിന് 2-3 ഇൻസിഡൻസ് ഉണ്ട്. ഒന്ന് ഇതിന്റെ കമ്പോസിങ് സമയത്തുള്ള ഇൻസിഡന്റ്, ഒരു 1-2 ചെറിയ ഒരു ഫ്രേസസ് മാത്രം നമ്മുടെ കയ്യിലുണ്ടായിരുന്നുള്ളത്. ജ്യേഷ്ഠനാണ് ഇതിന്റെ മെയിൻ വർക്ക് ചെയ്തത്, മെലഡി. അപ്പോൾ ഞങ്ങൾ എറണാകുളത്തൊരു ഹോട്ടലിലിരുന്നു. അപ്പോൾ സിറ്റുവേഷനൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ ഞങ്ങൾ 2 കൂടി വെറുതെ ഇങ്ങനെ ട്യൂൺ ഇങ്ങനെ മൂളി തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞു ഇത് നിങ്ങളൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞങ്ങൾ കേൾക്കാം, ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ട് വരാം. നമ്മൾ സുനിലും കൂട്ടരും എല്ലാവരും കൂടി പുറത്തേക്ക് പോകാൻ ശ്രമിച്ചു. എന്നിട്ട് അപ്പുറത്ത് ഡ്രസ്സൊക്കെ മാറണമല്ലോ. അപ്പോഴേക്കും ഗിരീഷ് പുത്തഞ്ചേരി ഞങ്ങളുടെ അടുത്തേക്ക് വന്നിരുന്നിട്ട് അപ്പോൾ ഞങ്ങൾ ആ ഒരു 5 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ദൈവാനുഗ്രഹം കൊണ്ടെന്ന് പറഞ്ഞാൽ മതി. ചേട്ടൻ്റെ മനസ്സിലാണ് വന്നത് പെട്ടെന്ന്. പുള്ളിക്ക് വളരെ പെട്ടെന്ന് മെലഡി വരും. ഒറ്റയടിക്ക് അങ്ങോട്ട് പല്ലവിയും ചരണം വന്നു. അതിനേക്കാൾ സ്പീഡിൽ
ഗിരീഷ് എഴുതുകയും ചെയ്തു. എഴുതി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഭക്ഷണം പറഞ്ഞ തയ്യാറായി പുറത്തേക്ക് പോകാൻ പോകണം. അപ്പം ഞാൻ ചെന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഒരു പല്ലവിയും ചരണവും റെഡിയാക്കിയിട്ടുണ്ട് വിത്ത് ലിറിക്ക്. അപ്പോൾ അവർക്ക് വിശ്വാസം വന്നില്ല, ഇത്ര പെട്ടെന്നാവുമോ അല്ല കുഴപ്പമില്ല, സമയം എടുത്ത് ചെയ്തോ, നമുക്ക് നന്നാക്കി ചെയ്താൽ മതി, ഞങ്ങളൊരു 2 മണിക്കൂർ പുറത്ത് പോയിട്ട് വരാം, അപ്പോഴേക്കും കേട്ടാൽ മതി എന്ന് പറഞ്ഞു. അതല്ല, ഇത് കേട്ടിട്ട് പറ്റിയില്ലെങ്കിൽ നമുക്ക് വേറെ ചെയ്യാമല്ല, അതിനുവേണ്ടി കേട്ട് അന്നങ്ങ് വരാമെന്ന് പറഞ്ഞ് എല്ലാവരും കൂടി വന്നപ്പോഴേക്ക് ഈ പാട്ട് കേട്ടപ്പോൾ ഇതാണ് നിങ്ങൾ ഇത്ര സെക്കൻഡ് ഇത്ര കൊണ്ട് ഞങ്ങളൊരു 10 മിനിറ്റ് കൊണ്ട് ചെയ്തതാണ് എന്ന് പറയും. അതാണ് ഞങ്ങളുടെ ലൈഫിലെ ഒരു സിനിമാ പാട്ട് ഇത്ര ഫാസ്റ്റായിട്ട് ചെയ്തത്. പക്ഷേ ഇപ്പോഴും നിങ്ങളത് 30-32 വർഷമായിട്ടും കേൾക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അതൊരു വലിയൊരു അനുഗ്രഹമല്ലേ. കമ്പോസിങ്ങിൽ പിറ്റേ ദിവസം കമ്പോസിങ്, തലേ ദിവസം രാത്രി ആയപ്പോഴത്തേക്കും ഞാൻ ഉറങ്ങാൻ ശ്രമിച്ചില്ലായി. ജ്യേഷ്ഠനും എൻ്റെ കട്ടിലിരുന്ന് ജ്യേഷ്ഠനും ഗിരീഷ് പുത്തഞ്ചേരി ഇങ്ങനെ സംസാരിച്ചിട്ടുമ്പോഴത്തേക്കും ജ്യേഷ്ഠൻ പറഞ്ഞ് ഞങ്ങൾ ഈ പാട്ടും പടമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നിർത്തും, സിനിമയിൽ നമുക്ക് പറ്റൂല, നമ്മൾ നിർത്തുകയാണ്. അപ്പോൾ ഗിരീഷ് പുത്തഞ്ചേരി പറഞ്ഞ് സിനിമയിൽ നിർത്താൻ പോണേ, ഇത്രയൊക്കെ പാട്ടൊക്കെ ചെയ്തിട്ട് ഇത്രയും വലിയ ഹിറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് ഇനി സിനിമ എന്തിനാണ് നിർത്തണം ഞങ്ങൾ? അതല്ല. അപ്പോൾ പല ആൾക്കാരും പറഞ്ഞ് പേടിപ്പിച്ചു, സിനിമയിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഭയങ്കര രാഗവിവരം വേണം എന്നൊക്കെ പറഞ്ഞിട്ട്, രാഗത്തിൽ അഗ്രഗണ്യന്മാരായിരിക്കണം, എന്നാലേ സിനിമ പാട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കതൊന്നുമില്ല. പിന്നെ ഇതിനെ വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് പോവാണ്, ഞങ്ങൾക്ക് വേറെ പണിയുണ്ടല്ലോ, സർക്കാർ പണിയുണ്ട്, അത് പോയി ഞങ്ങൾ ജീവിച്ചോളാം, പിന്നെ കാസറ്റ് വർക്കിനൊക്കെ ഇത്ര മതി, ഇത്രയൊക്കെ വിവരം മതി. അപ്പോൾ ഒരു ചെറിയ മുറുക്കിയിട്ട് പുള്ളി പറഞ്ഞ് എൻ്റെ ഇഗ്നേഷ്യസ് ഒരു കാര്യം ഞാൻ പറയട്ടെ, തേന്മാങ്കുമ്പത്ത് ചെയ്യാൻ വേണ്ടി ചെമ്മാങ്കുടി സാമിനെയും കണ്ണദാസിനെയും കൂടി പേടിച്ച് ഒരു വീട്ടിൽ വെച്ചിട്ടൊരു മുറിയിലെത്തി 1 മാസം കൊടുത്താലും അവർക്ക് കറുത്ത വണ്ണിയം വരില്ല, ഒന്നും വരില്ല, മാനം തെളിഞ്ഞാൻ വരില്ല. അതിന് വേണി ഗിരീഷും ഗിരീഷ് പുത്തഞ്ചേരി തന്നെ വേണം. അത് വേറൊരു ക്രാഫ്റ്റാണത്. അതുകൊണ്ട് ഒരുപാട് രാഗം പഠിച്ചുകൊണ്ട് മാത്രം സിനിമയിൽ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ വേണം, നിങ്ങൾ സിനിമയുടെ ആൾക്കാരാണ്, നിങ്ങൾ ചെയ്തേ പറ്റൂ എന്നൊക്കെ പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും ഇതിന് പോകരുതെന്ന് പറഞ്ഞു. അതൊരു വലിയൊരു മോട്ടിവേഷനായിരുന്നു എനിക്ക്. അപ്പം അത് മതിയല്ലേ. അങ്ങനെയാണ് ഞങ്ങൾ പിന്നെ അടുത്തടുത്ത സിനിമകൾ പിടിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ നമ്മൾ പിടിക്കില്ലായിരുന്നു. അങ്ങനെ ആ ഒരു വാക്ക് ഞങ്ങൾക്ക് വളരെയധികം മോട്ടിവേഷൻ തന്നിട്ടുണ്ട്, ഭയങ്കര പ്രോത്സാഹനം. പിന്നെ കൂടാണ്ട് പിറ്റേ ദിവസം റെക്കോർഡിങ്ങിന് ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ റിതം ബോക്സ്, അത് ഞങ്ങൾക്ക് റഹ്മാൻ്റെ തന്നെ തേന്മാങ്കുമ്പത്തിന് അസിസ്റ്റ് ചെയ്ത് ശ്രീനിവാസമൂർത്തിയാണ് അസിസ്റ്റ് ചെയ്ത്. അദ്ദേഹത്തിൻ്റെ ഓർക്കസ്ട്ര ആയിരുന്നു, ഗംഭീര ഓർക്കസ്ട്ര. ചില ഫ്രേസസ് മാത്രമേ ഞങ്ങൾ കൊടുത്തുള്ളൂ. ആദ്യത്തെ പ്രത്യേകിച്ച് ടെങ് ടങ് ടെങ് ടങ് ടങ്, അത് ഞങ്ങളുടെ രഞ്ജിനി കാസറ്റിലെ ഒരു പാട്ടിന്റെ ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. അതെടുത്തിട്ട് അത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ അതാണ് നമ്മുടെ മനസ്സിൽ അങ്ങനെ കുറെ ബിറ്റുകളുണ്ട്, ഇപ്പോഴും എടുത്താൽ തീരാത്ത അത്രയും ബിറ്റുകൾ നമ്മുടെ കയ്യിലുണ്ട്. അല്ലെങ്കിൽ അതിന് ആ ഒരു സ്പാർക്ക് മനസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ബിറ്റ് വരും, അത് വരണമല്ല, നല്ല പിന്നെ മ്യൂസിക് ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞ് നമ്മൾ ചിത്രയുടെ കാര്യത്തിൽ അത്ഭുതം തോന്നിയപ്പോൾ എന്താ പറയാം, ചിത്ര ആദ്യം തന്നെ അസലായിട്ട് പാടി. 3 ട്രാക്കേ ഉള്ളു ആ സ്റ്റുഡിയോയിൽ, 2 ട്രാക്ക് ഓർക്കസ്ട്രക്കും 1 ട്രാക്ക് പാട്ടുകാരനും അല്ലെ പാട്ടുകാരത്തി, അങ്ങനെയാണ് റെക്കോർഡ് ചെയ്യണം. ചിത്രം മുഴുവൻ പാടിയിട്ട് പറഞ്ഞ് എനിക്ക് തൃപ്തിയായില്ല. ഞാൻ ചേട്ടനും പറഞ്ഞു ഇത് അസലായിട്ട് പാടിയിട്ടുണ്ട്, ഇതിൽക്കുള്ളിൽ എന്തൊരു തൃപ്തി. പൂ എന്നുള്ള സ്ഥലം നമ്മൾ കോർക്കാൻ വരെ ഒറ്റ ബ്രത്തിൽ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് പാടണം. ഇന്നത്തെ പോലെ കമ്പ്യൂട്ടറിൽ പോലെ കുത്തിയെടുക്കലൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ നാളെ വന്ന് പാടിക്കോട്ടെ, അപ്പോൾ നാളെ ഇവിടെ വേറെ വർക്കുണ്ട്, ആ സാറില്ല ഞാൻ എത്ര വെളുപ്പിന് പാടിക്കോളാം, എനിക്കൊരു സമയം തരുമോ എന്ന് പറഞ്ഞു. ആ റെക്കോർഡ്സ് പറഞ്ഞു കുഴപ്പമില്ല, കാലത്ത് വന്ന് പാടിക്കുന്നു. അങ്ങനെ പാടി പെർഫെക്റ്റ് ആക്കിയിട്ടുള്ള പാട്ടാണിത്. അപ്പോൾ നമ്മൾക്ക് അങ്ങനെയുള്ള ചില ധനങ്ങളുണ്ട്, സമ്പത്ത്, ഇത്ര മില വാനമ്പാടി ഗാനഗന്ധർവൻ, അതൊക്കെയാണ്. അല്ലാണ്ട് ഒരു ലിറിക് റൈറ്റർ വിചാരിച്ചാലോ ഒരു മ്യൂസിക് ഡയറക്ടർ വിചാരിച്ചാലോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതെല്ലാം കൂടി ഒത്തണങ്ങുമ്പോഴാണ് ഒരു പാട്ട് ജനങ്ങളിൽ ഏക്കണത്. തീർച്ചയായിട്ടും. അങ്ങനെ അത് ഒരു മെലഡിയായിട്ട് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്നും എവർ ലാസ്റ്റിംഗ് ആണ്. ഒരു മെലഡി ഒരിക്കലും ഒരാളുടെ മനസ്സിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരിക്കില്ല. ഇപ്പോഴത്തെ കാലത്താണെന്നുണ്ടെങ്കിൽ അത് കാലാകാലങ്ങൾ 100, 200, 1000 കൊല്ലത്തേക്ക് കേൾക്കാനുള്ള സംവിധാനങ്ങൾ, ടെക്നോളജി ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മുടെ ഭാഗ്യം, കുറെ മെലഡികൾ മലയാളികൾക്ക് കൊടുക്കാൻ പറ്റിയത്. തീർച്ചയായിട്ടും. അതേപോലെ ആവണി പൊന്നൂഞ്ഞാലും ഒരു മെലഡി ഉണ്ട്. പക്ഷേ ഈ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ ആടാൻ തോന്നും. ആവണി പൊന്നൂഞ്ഞാലാടിക്കാം നിന്നെ ഞാൻ, ടക്ക് 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 ആ സാധനം പോകുന്നില്ലേ, അത് ഭയങ്കര രസമായിട്ട് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പൊ നമ്മൾ ആ മെലഡി കേൾക്കുമ്പോഴും നമ്മൾ താളത്തിൽ ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കും. ഈ പൂനിലാമഴയുടെ അതേപോലെയാണ് നമ്മളിങ്ങനെ, ഏകദേശം സമകാലിന്റെ രാഗങ്ങളാണ്, പക്ഷെ രണ്ടിന്റെ ട്രീറ്റ്മെന്റ് രണ്ടും രണ്ടാണ്. ആവണി പൊന്നൂഞ്ഞാലാടിക്കാം നിന്നെ ഞാൻ, ആയില്യം കാവിലെ വെണ്ണിലാവേ, പാതിരാമുല്ലകൾ താലിപ്പൂ ചൂടുമ്പോ പൂജിക്കാം നിന്നെ ഞാൻ പൊന്നുപോലെ, മച്ചകവാതിലും താനേ തുറന്നു, പിച്ചകപ്പൂമണം കാറ്റിൽ നിറഞ്ഞു വന്നല്ലോ നീയൻ പൂത്തുമ്പിയ,
ആവണി പൊന്നു ഞാനടിക്കാം നിന്നെ ഞാൻ ആയില്യം കാവിലെ വെണ്ണിലാവേ. Wow. ഇതൊരു സാധാരണ ഞങ്ങളെപ്പോലുള്ള ബാത്റൂം സിംഗേഴ്സിന് പാടാം, എന്നാൽ പഠിച്ചും അറിഞ്ഞും പാടാം. രണ്ട് രീതിയിൽ പാടുമ്പോഴും ഇതിൻ്റെ ഒരു താളം ഭയങ്കര സിമ്പിളായിട്ട് ആൾക്കാരുടെ ഉള്ളിലേക്ക് എത്തും. ഇതേപോലെയാണ് എനിക്ക് തേന്മാവിൻ കൊമ്പത്തിലെ കള്ളിപ്പൂങ്കുയിലെ എന്ന് വെച്ചാൽ, നമ്മൾ ആ പടം കണ്ടപ്പോൾ ഏറ്റവും കൂടുതൽ ഹിറ്റായ പാട്ടുകളുള്ളപ്പോഴും നമ്മൾ പടം കണ്ടതിന് ശേഷം നമ്മുടെ ഉള്ളിലേക്ക് കയറിപ്പോയ 1-2 പാട്ടുകളുണ്ട്. നിലാപ്പൊങ്കലായലെ കയറുമ്പോൾ തന്നെ ഈ കള്ളിപ്പൂങ്കുയിലെ അതിൻ്റെ ഭയങ്കര സിമ്പിളായിട്ടാണ്. ഇപ്പോൾ ഞാൻ തന്നെ എപ്പോഴും ഇത് ട്രൈ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ കള്ളിപ്പൂങ്കുയിലെ കന്നിത്തേൻ മൊഴിയിൽ കാതിൽ മെല്ലെ ചൊല്ലുമോ. ഇതെന്താ വെച്ചാൽ ഇതിൻ്റെ ഒരു സിംപ്ലിസിറ്റി നമ്മുടെ ഉള്ളിലേക്ക് പെട്ടെന്ന് എത്തും. അപ്പോൾ നമുക്ക് പേടിയില്ലാതെ, ഇതിനകത്ത് വലിയ സംഗതി വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല എന്ന് വിചാരിച്ച് പേടിയില്ലാതെ പാടാം. സാറേ, അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ നമ്മളൊരു സാധാരണക്കാരൻ ഇങ്ങനെയാണ് ഇതിനെ റിസീവ് ചെയ്യുന്നത്. അതൊരു ഭയങ്കര ഒരു എഫർട്ടാണ് ഒരു സാധാരണക്കാരൻ്റെ ഉള്ളിലേക്ക് ഇതിങ്ങനെ വളരെ സിമ്പിളായിട്ട് എത്തിക്കുക എന്ന് പറയുന്നത്. അതിന് ഒരുപാട് ശ്രമമുണ്ടോ? എങ്ങനെയാണത് വരിക? അല്ല, അതിനൊരു സ്പാർക്ക്, അതിനൊരു തോട്ട് ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഉണ്ടാക്കി തന്നത് പ്രിയദർശൻ തന്നെയാണ്. ഉദാഹരണം പറഞ്ഞാൽ, തുടിച്ചു തുള്ളും മനസ്സിനുള്ളിൽ, ഇങ്ങനെയായിരുന്നു ആദ്യത്തെ ട്യൂൺ. ഇത് ഒരുമാരപ്പെട്ടവർക്കൊന്നും പാടാൻ പറ്റില്ല. നിങ്ങൾക്കൊന്നും ബാത്റൂം സിംഗേഴ്സ് പാടാൻ പറ്റും. നിങ്ങൾ ബാത്റൂം സിംഗർ അല്ല, നന്നായിട്ട് പാടണ്ടേ. പക്ഷെ അത്ര നേരം കേട്ടോണ്ട് കറുത്ത പെണ്ണേ, അങ്ങനെ കറുത്ത പെണ്ണൊന്നും ഇല്ല. അന്ന് മുഴുവൻ പുള്ളി ഇങ്ങനെ പുള്ളി മനസ്സിൽ മുഴുവൻ മോഹൻലാൽ, ശോഭന, ഇങ്ങനെ ആ പോണ പോക്കും കാര്യങ്ങളൊക്കെയാണ് മനസ്സിൽ. ഇങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ഒന്നൂർ പഠിക്കേ. അപ്പൊ ഇതാരാ പാടാൻ പോണ്? എം ജി ശ്രീകുമാർ ഇത് കറക്റ്റായിട്ട് പാടും, അദ്ദേഹം മാത്രം പാടിയാൽ മതി, എനിക്ക് പാടണ്ടേ എന്ന് പറയും. ശരിയാണല്ലോ. അപ്പോഴാണ് പറഞ്ഞത്, നിങ്ങൾ സിനിമയ്ക്ക് വേണ്ടി ചെയ്യുമ്പോൾ സിമ്പിൾ ആയിരിക്കണം, അട്രാക്റ്റീവ് ആയിരിക്കണം, നോവൽ ആയിരിക്കണം. 3 വേർഡ് പറഞ്ഞു. സിമ്പിൾ എന്നുള്ള വളരെ മസ്റ്റ്. സിമ്പിൾ അല്ലെങ്കിൽ ആർക്കും ഇത് പ്രസന്റ് ചെയ്യാൻ പറ്റില്ല. ഒരു സിനിമ എന്ന് പറഞ്ഞാൽ എല്ലാവരും വന്ന് കയറും. ഏത് തുറയ്ക്കുള്ളവരും വന്ന് തിയേറ്ററിൽ വന്ന് കയറും. അല്ലെങ്കിൽ ഏത് ലെവലുള്ള ആൾക്കാരും, കൊച്ചു പിള്ളേരും മുതൽ പ്രായമുള്ളവർക്ക്, ഏത് സ്വഭാവത്തിലുള്ളവർക്കൊക്കെ കേൾക്കണം സിനിമ പാട്ടാകുമ്പോൾ. കച്ചേരി ആകുമ്പോൾ വേറെ കാര്യം അല്ലേ. പക്ഷേ സിനിമ പാട്ട് എല്ലാ ജനങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. അത് കേരളത്തിൽ മാത്രമല്ല, ഇവിടെ മദ്രാസിലുള്ളവർ ആണെങ്കിലും ബോംബെയിലുള്ളവർക്കും ഇത് ആസ്വദിക്കാൻ പറ്റണം. നമ്മൾ ഹിന്ദി പാട്ട് ആസ്വദിക്കണമല്ലേ, അവരും നമ്മുടെ പാട്ടുകൾ ആസ്വദിക്കുന്നുണ്ട്. ട്യൂൺ തീർച്ചയായിട്ടും അല്ലേ. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും പറ്റിയ വിധത്തിൽ സാർവലൗകികമായിട്ടുള്ളൊരു ട്യൂണിങ് ഇട്. മറ്റേ ബ്രൊന്നും വേണ്ട. നിങ്ങൾക്ക് ഈ ഹാർമോണിയത്തിൽ ചിലപ്പോൾ നല്ല സ്പീഡിലൊക്കെ വായിക്കാൻ പറ്റുമായിരിക്കും, ഇതൊന്നും എനിക്ക് വേണ്ട. അങ്ങനെ കൊടുത്തിട്ടാണ് ഇത് കൊള്ളാം, ഇപ്പൊ എനിക്കും പാടാൻ പറ്റും. നമുക്കൊരു ചെറിയൊരു സാഡിസം ഉണ്ടെന്നുണ്ട്. ഇത് കഷ്ടപ്പെട്ട് പാടണം ഗായകര്. നമ്മളെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയുടെ ഉള്ളിൽ മാത്രം നമ്മൾ നോക്കണല്ലേ. ഇത് കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കണം എന്നുള്ളത് നമ്മൾ ചിന്തിക്കണ്ടായിരുന്നു ആദ്യം. കാരണം നമുക്ക് ഹാർമോണിയൊക്കെ നല്ല സ്പീഡിൽ വായിക്കാൻ പറ്റണ്ടല്ലോ. അപ്പൊ അവർക്കത് പാടണ്ടേ എന്നുള്ള വിധത്തിലാണ് നമ്മൾ നോക്കണം. അല്ല, അവർ പാടിയാൽ മാത്രം പോരാ, എല്ലാവരും പാടണം. ആ ഒരു തോട്ട് ഉണ്ടാക്കി തന്നത് പ്രിയദർശനാണ്. അങ്ങനെയാണ് ഞങ്ങൾ നമ്മുടെ പാട്ടുകൾക്കൊക്കെ സിംപിളിസിറ്റി കൊണ്ടുവരണം എന്നുള്ളൊരു തോന്നൽ വന്നത്. അപ്പോൾ എവിടെയെങ്കിലും ഒരു ഉടക്കുണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റി സിമ്പിളാക്കാൻ ശ്രമിക്കും. പക്ഷേ രണ്ടാമത്തെ വാക്ക് പറഞ്ഞാൽ അട്രാക്റ്റീവാണ്. സിമ്പിളാക്കി കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ അട്രാക്ഷൻ പോകും. വളരെ നഴ്സറി റൈം പോലെ ആയിപ്പോൾ. അതെ, നഴ്സറി റൈം ഒരുപാട് വന്നു കഴിഞ്ഞു. ഇനിയൊരു നഴ്സറി റൈം നമ്മളായിട്ട് ഉണ്ടാക്കേണ്ട കാര്യമില്ല അല്ലേ. അപ്പം പുതിയതായിരിക്കാൻ വേണം. നോവൽ എന്ന് പറഞ്ഞാൽ പുതിയതായിരിക്കണം, പുതുമ വേണം, അട്രാക്ഷൻ വേണം, എന്നാൽ സിമ്പിൾ ആയിരിക്കണം. അപ്പോഴാണ് കിടന്ന് മുട്ടയിടണം ഞങ്ങൾ. അമ്മൂമ്മക്കളിയൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും മുട്ടയിട്ട് പോയി. അപ്പോൾ പറഞ്ഞു, അപ്പം മൊസാട്ടിനെയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുന്നു. പുള്ളി പറഞ്ഞു, പുള്ളി അത്ര അഗാധമായിട്ട് സ്റ്റഡി ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചു. ലോകം മുഴുവൻ എല്ലാ കാലവും കുട്ടികൾ പാടുന്ന ആദ്യത്തെ പാട്ട് ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ആയിരിക്കും. അത് പാടാനൊരു വിഷമവുമില്ല. അതുണ്ടാക്കിയ ആളാണ്. ഇത്ര വലിയ സിംഫണികൾ ഉണ്ടാക്കിയ മൊസാട്ടാണ് കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയത്. അത്രയും താന്നത് ലെവല്. അതുപോലെ ഒരെണ്ണം ഉണ്ടാക്കുക. ട്വിങ്കിൾ ട്വിങ്കിൾ ഒരെണ്ണം ഉണ്ടാക്കുന്നത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മളുണ്ടാക്കുമ്പോൾ ട്വിങ്കിൾ ട്വിങ്കിൾ എന്നൊക്കെ ആയിപ്പോവും. കുറച്ച് ഗമനങ്ങളൊക്കെ വന്നാലും നമുക്ക് സമാധാനം വരുള്ളൂ, സുഖം വരുള്ളൂ. അത് പുള്ളിയാണ് മാറ്റിയത്. അമ്മമ്മക്കിളി ഉണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടു പോയി. താമരപ്പൂ വളരെ പെട്ടെന്ന് ഉണ്ടാക്കി. അമ്മമ്മക്കിളി വായാടി ഒന്നുമില്ല അതിൻ്റെ അത് ടങ് ടങ് ടെങ് ടങ് ടെങ് ടെങ്. പക്ഷെ അത് വരണ്ടേ. അതൊക്കെയാണ് വലിയ വലിയ മഹാന്മാരുടെയൊക്കെ ഗുണം. വലിയ മഹാരഥന്മാരായ സംഗീതജ്ഞന്മാർ എത്ര വലിയ കോംപ്ലിക്കേറ്റഡ് രാഗം എടുത്താലും ജനകീയമാക്കി സൂപ്പർ ഹിറ്റ് ആക്കും. എന്നാൽ അതിൻ്റെ അകത്തൊരു കഴമ്പുണ്ടാകുകയും വേണം.
അതൊക്കെയാണ് നമ്മൾ ഫോളോ ചെയ്തത്. നമ്മൾക്കുള്ളൊരു ഗുണം കിട്ടിയെന്നുണ്ടെങ്കിൽ ഇത്രയും വലിയ മഹാരഥന്മാരായിട്ടുള്ള പഴയ ലെജൻഡറി മ്യൂസിക് ഡയറക്ടർമാരുടെ ചുവട് പിടിച്ച് വന്ന് ഇപ്പം നമ്മൾ പുതിയ കാലഘട്ടത്തിൽ ജീവിക്കേണ്ടി ഇതും ചെയ്തുകൊണ്ട്. അപ്പോൾ നമുക്കിത് രണ്ടിൻ്റെയും കുറേ കാര്യങ്ങൾ അംശങ്ങൾ നമുക്ക് സ്വാംശീകരിക്കാൻ പറ്റുന്നത് വലിയ ഭാഗ്യമാണ്. ഈ കള്ളിപ്പൂങ്കുവിലിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഈ ആവണി പൊന്നൂഞ്ഞാലുമായിട്ട് അടുത്ത് നിൽക്കുന്ന രാഗങ്ങളാണോ അതിനകത്ത് ഉപയോഗിച്ചത്? അതെ, കറുത്ത പെണ്ണെ കുറച്ച് കർണാട്ടിക് സ്റ്റൈലിലുള്ള ഗമകളൊക്കെയാണ് ഉപയോഗിച്ചു. എല്ലാ രാഗത്തിന്റെയും അന്തസത്ത ഒന്ന് തന്നെ, എല്ലാ സ്വരസ്ഥാനങ്ങളൊക്കെ ഒന്ന് തന്നെ. ഉദാഹരണം ബീംബ്ലാസി രാഗം നീ സ ഗ മ പ നീ സ സാ നി ധ പ മ ഗ രെ സ. ഇത് തന്നെയാണ് അബേരി സെയിം. സ ഗ മ പ നീ സ സാ നി ധ പ മ ഗ രെ സ. അവരുടെ പ്രയോഗ രീതിയിലുള്ള വ്യത്യാസമാണ്. ആവണി പൊന്നൂഞ്ഞാൽ കുറച്ച് ഫാസ്റ്റ്നെസ്സും കുറച്ച് ഗമകത്തിലൊക്കെ കുറച്ചൊരു കർണാട്ടിക് ടച്ച് കൊടുത്തപ്പോഴത്തേക്കും അത് ആബേരി രാഗത്തിന്റെ ഒരു ചുവട് വെച്ചാണ് ചെയ്തതെന്ന് പറയാം. പക്ഷെ കള്ളിപ്പൂങ്കിൽ വന്നപ്പോഴത്തേക്കും ഈ സെയിം രാഗത്തിന്റെ ഹിന്ദുസ്ഥാനി വെർഷൻ ബീംബ്ലാസി. കള്ളിപ്പൂങ്കുയിലെ കന്നിത്തേൻമൊഴിയെ കാതിൽ മെല്ലെ ചൊല്ലുമോ കാവതിക്കാക്കതൻ കൂട്ടിൽ മുട്ടയിട്ടന്നൊരു കാനനം നീളെ നീ പാറി പറന്നൊരു കള്ളം പറഞ്ഞതില്ലേ കള്ളിപ്പൂങ്കുയിലെ കന്നിത്തേൻമൊഴിയെ കാതിൽ മെല്ലെ ചൊല്ലുമോ. ഇതൊരു പ്ലസന്റ് രാഗമാണെങ്കിലും ഒരു മ്യൂസിക് ഡയറക്ടർക്ക് വേണമെങ്കിൽ അത് കൺസ്ട്രക്ട് ചെയ്ത് പാട്ടുകാരൻ്റെയും കൂടി സഹായത്താൽ അതൊരു ചെറിയൊരു പാത്തോസാക്കി മാറ്റാൻ പറ്റും. അങ്ങനെ ഒരുപാട് പാട്ടുകൾ വളരെ സാഡായിട്ടുള്ള രാഗങ്ങളെടുത്ത് സന്തോഷമാക്കിയിട്ടുണ്ട്, സന്തോഷമുള്ള രാഗം എടുത്ത് സാഡാക്കിയിട്ടുണ്ട്. അതൊക്കെ മ്യൂസിക് ഡയറക്ടർ ഒരു ക്രാഫ്റ്റ്.